ഇടവക ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ ലോകത്തോടയിൽ വെച്ച് ചെല്ലുന്ന കുർബാന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തായി അതികഠിനമായ പീഡകൾക്ക് മുമ്പിൽ യേശുദേവൻ മരിക്കാനാകുന്ന അവസരത്തിൽ തന്റെ കുരിശിന്റെ ചുവട്ടിൽ സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്, യോഹന്നാൻ. യൗവനത്തിന്റെ നിറസൗന്ദര്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് തുളുമ്പി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കിയപ്പോൾ ഇത്രയും നല്ല യൗവനവും സൗന്ദര്യവും കഴിവുകളും ഒക്കെയും തനിക്ക് വേണ്ടി മാറ്റിവെച്ച ചെറുപ്പക്കാരൻ എന്ത് സമ്മാനമാണ് നൽകേണ്ടതെന്ന് ഒരു നിമിഷം യേശു ചിന്തിച്ചുപോയി. യേശുവിനെ താങ്ങായിട്ട് പിതാവും പരിശുദ്ധാത്മാവും ആ രംഗത്തുണ്ട്. അവിടെ ത്രിത്വൈക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പെട്ടെന്നൊരു മീറ്റിംഗ് കൂടി ഇത്രയും സൗന്ദര്യവും കഴിവുകളും തനിക്ക് വേണ്ടി യേശുവിന് വേണ്ടി മാറ്റിവെച്ച യോഹന്നാൻ എന്ന ചെറുപ്പക്കാരൻ എന്ത് സമ്മാനമാണ് നൽകുക? അവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി. അതുകൊണ്ട് തന്നെയാണ് യേശു ഉടൻ തന്നെ പറയുക, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിനെ യോഹന്നാൻ അമ്മയായി സമ്മാനമായിട്ട് നൽകുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. അവരുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയും നമുക്കെപ്പോഴും ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥന, സഹായം, അനുഗ്രഹം ലഭിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാതാവിന്റെ മുമ്പിൽ ഒന്ന് വണങ്ങാതെ പോകുന്നവരായിട്ടും ഇവിടെ ആരും ഉണ്ടാവില്ല. പരിശുദ്ധ കന്യകാമാതാവിന്റെ ഈ ലൂർദ് ഗ്രോട്ടോയിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഈ ദേശത്തു നിന്നും വൈദിക വട്ടം സ്വീകരിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഈ നാടിനെയും ഈ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഈ ദിവ്യബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും പരിശുദ്ധ ലൂർദ് മാതാവിന്റെ സന്നിധിയിൽ ഗാഗുൽത്തായിലെ ബലി പുനരാവർത്തനം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും കൂടെ സമർപ്പിക്കാം. ഈ തിരുനാളേറ്റ് നടക്കുന്ന പ്രതിസന്ധിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ നാട്ടിലെ ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളുടെയും നിയോഗങ്ങൾ ഈ ദിവ്യബലിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമയുടെയും സ്നേഹത്തിന്റെയുമായിട്ടുള്ള ഈ ബലി നിത്യപിതാവിനെ നമുക്ക് കൃതജ്ഞതയോടെ സമർപ്പിക്കാം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ ബലി യോഗ്യതാപൂർവം സമർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.